ഹലോ എവരിവൺ, വെൽക്കം ടു ലിവിങ് ആൻഡ് സോൾ. ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ടൈം സേവിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൂളാണ്. മറ്റൊന്നുമല്ല, അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പ്. അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ടൂളാണ്. ആ ഒരു ലെയർ നമ്മളെ വീഡിയോസിന്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ലെയറിൽ നമ്മൾ എന്ത് എഫക്റ്റ് ചെയ്താലും അതിന് താഴെ വരുന്ന എല്ലാ വീഡിയോസിനും ആ ഒരു എഫക്റ്റ് അപ്ലൈ ആവും. അതാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പ് ചെയ്യുന്നത്. എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പ് ചെയ്യുന്നത് നമുക്ക് കവർ ചെയ്യാം. അതേപോലെ തന്നെ 6 ബെനിഫിറ്റ് എന്തൊക്കെയാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പിനെ കൊണ്ട് നമുക്ക് ഏറ്റവും ടൈം സേവ് ചെയ്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നത് നമുക്ക് നോക്കാം. നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പ് അപ്ലൈ ചെയ്യാം ഒരു ടൈം ലൈനിലേക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് എഫക്ട്സിൽ വരിക, അതിൽ ഈ എഫക്ട്സ് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പ് നമുക്ക് ടൈം ലൈനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ഈ അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പിൽ ചെയ്യുന്നോ, അതായത് എന്ത് എഫക്റ്റ് ചെയ്താലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്താലും അതൊക്കെ ഇതിന്റെ താഴത്തെ ഓപ്ഷനെ ബാധിക്കും. നമുക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പ് ലെങ്ത് കൂട്ടാൻ വേണ്ടി ഈ ഒരു പോർഷനിൽ ഐക്കൺ വരുന്ന സമയത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ മതി. ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകണമെങ്കിൽ അതേപോലെ തന്നെ ആ സൈഡ് പോവുക, ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഈ അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പ് ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് എഫക്റ്റ് നമ്മൾ ചേഞ്ച് വരുത്തിയാലും, ഈ ട്രാൻസ്ഫോമിൽ മാറ്റിയാലും, ക്രോപ്പിൽ മാറ്റിയാലും, ഡൈനാമിക് സൂമിൽ മാറ്റിയാലും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എഫക്ട്സ് ഒക്കെ ഇതിന് തൊട്ട് താഴെ വരുന്ന വീഡിയോസിന് അപ്ലൈ ആവും. ഓക്കെ, അതാണ് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് ഇതിനകത്ത് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫ്യൂഷൻ എഫക്റ്റ് വേണം, ഇത് എൻ്റെ അവൈലബിൾ ആവില്ല. നമുക്ക് ബാക്കി എഫക്ട്സ് ഉണ്ടല്ലോ, അതിലിപ്പോൾ നമുക്കൊരു ഗോസിയം ബ്ലർ വേണമെങ്കിൽ ഇതിനെ ക്ലിക്ക് ചെയ്യുക, ഇതിലേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഗോസിയം ബ്ലറിൻ്റെ എഫക്ട്സ് നമുക്ക് ഇവിടെ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ വേണമെങ്കിൽ വെവ്വേറെ എഫക്ട്സ് നമുക്ക് ഇതിൻ്റെ മേലേക്ക് കയറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് അഡ്ജസ്റ്റ്മെന്റ് ലെയർ എന്നുള്ളതിൽ എല്ലാവർക്കും ഒരു ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു 6 ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ ഈ ഒരു എഫക്ട്സ് നമുക്ക് ഒരുപാട് ക്ലിപ്സിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. അതായത് എനിക്കൊരു ലെൻസ് ബ്ലർ വേണം, ഈ വീഡിയോന് വേണം, ഈ കണ്ട വീഡിയോസിന് മൊത്തം വേണമെങ്കിൽ എന്താ പറയുക, ഓരോന്ന് സെലക്ട് ചെയ്ത് നമ്മൾ ലെൻസ് ബ്ലർ ആഡ് ചെയ്യുന്നതിന് പകരം ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പ് നമ്മൾ അവിടെ കൊണ്ടുവച്ച് അതിലേക്ക് ഈ ലെൻസ് ബ്ലർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെൻസ് ബ്ലർ അതിന് താഴെയുള്ള എല്ലാ വീഡിയോസിനും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്ത് ചെയ്യുന്നതിലും ഭേദം ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത്രയും ടൈം ലാഭിക്കാമല്ലോ. ഇപ്പോൾ 1-2 ആണെങ്കിൽ നമുക്ക് പ്രശ്നം വരില്ല. കുറേ എണ്ണം ഉണ്ടെങ്കിൽ എന്ത് പറ്റും, നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്ത് ചെയ്യേണ്ടി വരും. ആ ഒരു സാധനം ഇത് വെച്ചിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മറ്റൊരു വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊരു ലെങ്ത് കൂടിയ വീഡിയോ അല്ലേ. ഈ ഒരു ലെങ്ത് കൂടിയ വീഡിയോയിൽ നമുക്കൊരു എഫക്ട്സ് ഒരു പോർഷനിൽ മാത്രം വേണമെന്ന് വെക്കാം. നമുക്ക് ഈ ഒരു പോർഷനിൽ വേണം, അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ വേണം എന്നുള്ള രീതിയിലാണെങ്കിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ട്രിം ചെയ്തിട്ട് ആ പോർഷൻ സെലക്ട് ചെയ്തിട്ട് ആ പോർഷനിലേക്ക് മാത്രം നമുക്ക് ആ എഫക്റ്റോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കയറ്റാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്ലിപ്പ് എടുത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പോർഷനിലേക്ക് മാത്രം വേണമെങ്കിൽ, ഇപ്പം പറഞ്ഞ മാതിരി ഇപ്പോൾ എനിക്ക് ലെൻസ് ബ്ലർ കയറ്റണം, ഗോസിയം ബ്ലർ കയറ്റണം, ആ ഒരു ബ്ലർ കയറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ, അതായത് അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തൊട്ടിട്ട് ഇത് എൻഡ് ചെയ്യുന്നവരെ മാത്രമേ അതിൽ കാണുള്ളൂ. അപ്പോൾ നമുക്കത് ഭയങ്കര ബെനിഫിറ്റായി. ഇപ്പോൾ എനിക്ക് ഈ ഒരു പോർഷൻ കിട്ടണം, പിന്നെ അല്ലെങ്കിൽ വേറൊരു പോർഷനിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഇതിൻ്റെ ലെങ്ത് നമുക്ക് ഈ ഒരു പോയിന്റിൽ പിടിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കൂടി വരുന്നതാണ്. അപ്പോൾ അതൊരു വലിയൊരു ബെനിഫിറ്റാണ്. നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇത് കട്ട് ചെയ്ത് പോവാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഇത് കട്ട് ചെയ്ത് പോയിട്ട് കളർ ചെയ്യുകയാണെങ്കിൽ ഓരോ പോർഷനായിട്ട് കളർ ചെയ്യേണ്ടി വരും. ആ എഫക്ട്സ് ഒക്കെ നമുക്ക്, ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട്. പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂന്നാമത്തെ ബെനിഫിറ്റ്, ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പ് വെച്ചിട്ട് നമുക്ക് കളറിങ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് പറയാം, ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പ് നമ്മൾ കളറിങ്ങിൽ പോകുമ്പോൾ, കളർ പേജിൽ പോകുമ്പോൾ നമുക്ക് അവിടെ കാണിക്കും. അതായത് എൻ്റെ വീഡിയോ ഇതാണ്, ഓക്കെ,
ഇനി ഇത് നമ്മൾ എടുത്തിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഇതാണ്. ഓക്കെ, ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പിൽ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയാലും, ഇപ്പോൾ കുറച്ച് ഡാർക്കാക്കി, ഇത് വെറുതെ കാണിക്കുന്നതാണ്, നത്തിങ് സീരിയസ്. സോ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തുക, ഇപ്പം നമ്മൾ ഇത് കുറച്ച് ലൈറ്റാക്കി ഒരു പിങ്ക് ആക്കി അല്ലെങ്കിൽ ബ്ലൂ ആക്കി എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് എന്താ വരാം, നമുക്ക് വീഡിയോയിലേക്ക് വന്ന ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നോർമൽ വീഡിയോ ആയിരിക്കും. ഇതിങ്ങനെ റണ്ണായി അവിടെ എത്തുമ്പോൾ ആ കളറിങ് അപ്ലൈ ചെയ്യും. എന്നിട്ട് പോയി അത് കഴിയുന്ന സമയത്ത് ആ കളറിങ് അങ്ങോട്ട് മാറും. അങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു വലിയൊരു ബെനിഫിറ്റാണ്. കാരണം ഈ ഒരു പേജ്, ഈ ഒരു ഇതെടുത്ത് കട്ട് ചെയ്ത് അത് കളർ ചെയ്യുന്നതിലും ബെറ്റാണ്. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പോയിന്റിലും കുറച്ച് ഇപ്പുറത്തേക്കാണ് വേണ്ടെങ്കിൽ വീണ്ടും അത് പണിയാവും. അതിലും ഭേദം നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് എനിക്ക് ഇത്ര വേണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് വെച്ച് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ തൊട്ടിട്ട് ആ കളറിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പറ്റുക, ഇത് വെച്ചിട്ട് നമുക്ക് കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ഈ എവിടെ തൊട്ട് എവിടെ വരെ വേണം എന്നുള്ള രീതിയിലൊക്കെ ചെയ്യാൻ ഇത് ഭയങ്കര ബെനിഫിറ്റാണ്. 4ാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഞാൻ സെറ്റ് ചെയ്തു. എനിക്ക് ഇതേ കളറിങ് എന്താ പറയുക അടുത്തൊരു പോയിന്റിൽ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇത് ഓൾട്ട് ഞെക്കി പിടിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി നമുക്ക് കിട്ടും. ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞ് അടുത്ത കുറച്ച് പോയിന്റ് നന്നായി വന്ന് പിന്നെ ഒരു പോയിന്റ് വേണം, ആ കളറിങ് തന്നെ വേണം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ ഇനി അടുത്തൊരു പോയിന്റിലേക്ക് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഓൾട്ട് ഞെക്കി പിടിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പോർഷനായിട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത 5ാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഇതിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് എങ്ങനെ, ഇപ്പോൾ നമുക്കൊരു വിഗ്നേറ്റ് എടുത്ത് ആഡ് ചെയ്തു. ഇനി ഈ കളറിങ് നമുക്ക് വേണ്ടാന്ന് വെക്കാം. കളറിങ് നമുക്ക് ഈ ഒരു ഇതിൻ്റെ മേത്ത് നമ്മൾ എന്ത് ചെയ്തു, വിഗ്നേറ്റ് ആഡ് ചെയ്തു. ഒരു പോയിന്റിൽ വിഗ്നേറ്റ് ആഡ് ചെയ്തു. ഓക്കെ, നമ്മൾ ആ ഗോസിയൻ ബ്ലർ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ആ സംഭവം അങ്ങനെ കിടക്കുന്നത്. ഓക്കെ, ഒരു വിഗ്നേറ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഓരോരോ പോയിന്റ് ഈ എഫക്ട്സിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അതിൻ്റെ സൈസ് വിഡ്ത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റാണ് എനിക്ക് വേണ്ടത്, സോഫ്റ്റ്നെസ്. ഓക്കെ, ഈ ഒരു വിഗ്നേറ്റ് ഞാനിപ്പോൾ എൻ്റെ ബാക്കി കുറേ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ വേറെ പ്രോജക്റ്റ് അല്ലെങ്കിൽ വേറെ ടൈം ലൈനിൽ യൂസ് ചെയ്യുന്ന, ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ ഇതെന്ത് ചെയ്താൽ മതി, നമുക്കിത് എന്ത് ചെയ്യുക, സേവ് ചെയ്ത് വെക്കാം. എവിടെയെന്ന് പറഞ്ഞാൽ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പവർ ബിന്ന് കണ്ടോ, ഈ ഒരു പവർ ബിന്നിൽ നമുക്ക് കൊണ്ടുപോയിട്ട് ഈ ഒരു സംഭവം ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ ലോഗോസും കാര്യങ്ങളൊക്കെയാണ്. അതിലേക്ക് ഞാനിത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് അതേപോലെ തന്നെ ആയിട്ട് വരും. പിന്നീട് നമ്മൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ക്ലിപ്പ് ഇപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വീഡിയോയിലേക്ക് തന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലും വിഗ്നേറ്റ് കിട്ടും. നമുക്ക് ഇതേപോലെ തന്നെ ഒരുപാട് വീഡിയോസിൽ ഇതേ സെയിം എഫക്റ്റ് കയറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഈ ഒരു പവർ ബിന്നിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ പ്രോജക്റ്റിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ തന്നെ നമുക്ക് കുറേ ടൈം സേവ് ചെയ്യാൻ പറ്റും. ഇനി 6ാമത്തെ ഒരു ബെനിഫിറ്റ്, നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പിൽ ഡൈനാമിക് സൂം ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ബെനിഫിറ്റായി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡൈനാമിക് സൂം എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പ്രോപ്പർട്ടി കാര്യങ്ങൾ മാറ്റി എത്രത്തോളം സൂം വേണോ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പിന് താഴെ വരുന്ന പോയിന്റ് മുതൽ പ്ലേ ചെയ്യുന്ന സമയത്ത് ആ ഒരു എഫക്റ്റ്, അതായത് സൂമിങ് എഫക്റ്റ് നമുക്ക് കിട്ടും. കണ്ട, ഇങ്ങനെ നമുക്ക് സംഭവം ചെയ്യാവുന്നതാണ്. ഇനി ഇതിപ്പോൾ ഈ ഒരു പോർഷനിൽ അപ്ലൈ ചെയ്യും. നമുക്ക് ഒരുപാട് പോർഷനിലുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഓൾട്ട് ഞെക്കി പിടിച്ച് നമുക്ക്
മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് വരുമ്പോൾ തിരിച്ചു വരും, പിന്നെ അടുത്ത പോയിന്റ് വരുമ്പോൾ രണ്ടാമതും സൂമായി വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ആഡ് ചെയ്യാൻ നോക്കി, അതേപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കി, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ചെയ്ത് നോക്കി. അപ്പോൾ ഈ വീഡിയോയിൽ ഇതൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.